ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്താഴം കഴിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട 11 കാര്യങ്ങളെ കുറിച്ചാണ്. അത്താഴം കഴിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട 11 കാര്യങ്ങളെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ അത്താഴ സമയത്ത് ഒരു കുഞ്ഞു സൂറത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു പരിഹരിച്ചു നൽകും. വലിയ ഉയർച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണ്, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ കാര്യം നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും അതിൽ പങ്കെടുക്കണം, പുണ്യം നേടണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മളെ ജീവിതത്തിൽ വലിയ ഉയർച്ച നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്താഴവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത്താഴം എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കർമ്മമാണ്, ഒരു ഇബാദത്താണ് അത്താഴം എന്ന് പറയുന്നത്. അത്താഴത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, തസഹ്ഹറൂ, നിങ്ങൾ അത്താഴം കഴിക്കണേ, അത്താഴം കഴിക്കണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് റസൂലുള്ള അങ്ങനെ അത്താഴം കഴിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഫഇന്ന ഫിസ്സുഹൂരി ബറക, അത്താഴത്തിൽ ബറക്കത്തുണ്ട്, അത്താഴം കഴിക്കുന്നതിൽ വലിയ ബറക്കത്തുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് അത്താഴം നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അള്ളാഹു അത്താഴം കഴിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ദുആ ചെയ്യണം. കാരണം പല ആളുകളും പല ആവേശത്തോടുകൂടെ വലിയ അഭിമാനത്തോടെ പറയാറുണ്ട്, ഞാൻ അത്താഴമൊന്നും കഴിക്കലില്ല, എനിക്കല്ലാതെ തന്നെ നോമ്പ് വിൽക്കാൻ കഴിയുന്നൊക്കെ. എൻ്റെ പ്രിയമുള്ളവരെ, നോമ്പിന്റെ ഒരു ഭാഗമാണ് അത്താഴം എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് നോമ്പിൽ നിന്ന് നമ്മൾ അത്താഴത്തിന് ഒഴിവാക്കുക? അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മറ്റൊരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ ഗൗരവത്തോടെ പറഞ്ഞു, തസഖറു വലോ ബിജുർഅതി മിമ്മാ, നിങ്ങൾ അത്താഴം കഴിക്കണേ, ഒരു മുറുക്ക് വെള്ളമെങ്കിലും, അല്പം വെള്ളമെങ്കിലും കുടിച്ച് നിങ്ങൾ അത്താഴം കഴിക്കണേ എന്ന് റസൂലുള്ള പറയണമെങ്കിൽ അതിന്റെ ഗൗരവം എത്രയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി അലൽ മുതസഖിരീൻ. അത്താഴം കഴിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ മേൽ അള്ളാഹുവും അള്ളാഹുവിന്റെ മലക്കുകളും സ്വലാത്ത് ചെല്ലുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹു അവർക്ക് ധാരാളം ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. മലക്കുകൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നു, സലാത്ത് ചെല്ലുകയാണ്. അള്ളാഹു ധാരാളം ഗുണങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത്താഴം ഒഴിവാക്കണ്ട. വലിയ അഭിമാനത്തോടു കൂടെ ഞാൻ അത്താഴൊന്നും കഴിക്കലില്ല എന്നാരും പറയണ്ട. അത് റസൂലുള്ളാഹിന്റെ ചര്യയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, അന്ന ഫീഹി തഖ്വിയത്തുൻ അല ത്വാഅതി, ആരാധന ചെയ്യാൻ, അല്ലാഹുവിനെ ആരാധന ചെയ്യാനുള്ള ഒരു ശക്തി നമ്മൾക്ക് അത്താഴം കഴിച്ചാൽ, പരിശുദ്ധമായ നോമ്പ് കാലത്ത് അത്താഴം കഴിച്ചാൽ നല്ല ശക്തി ഉണ്ടാകുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാനതൻ അലൽ ഇബാദത്തി, ആരാധനയുടെ മേൽ സഹായിക്കുകയാണ്. ആരാധന ചെയ്യാനുള്ള മടികൾ മാറും. അത് അത്താഴം കഴിച്ചില്ലെങ്കിൽ സുബഹി ഉണ്ടാവൂല, തഹജ്ജുദ് ഉണ്ടാവൂല. അതുപോലെ തന്നെ അത്താഴത്തിന് എണീറ്റാൽ പരിശുദ്ധ ഖുർആൻ ഓതൂല. കാരണം എന്താ? അത്താഴത്തിന് എണീക്കാതെ കടന്നുറങ്ങായിരിക്കും. പിന്നെ എങ്ങനെയോ ഖുർആൻ ഓതുക? ആ സമയത്ത് ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. അപ്പൊ ഒക്കെ ഇങ്ങനെ കടന്നുറങ്ങും, ഊർക്കം വലിച്ച് കടന്നുറങ്ങുക. കാരണം അത്താഴത്തിന് എണീക്കണില്ല എന്നാണ് അവന്റെ നിയ്യത്ത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അത്താഴം എന്ന് പറയുന്നത് നമ്മളെ ആരാധനയുടെ മേൽ സഹായിക്കുന്നതാണ്. അള്ളാഹു അത്താഴം കഴിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രാർത്ഥിക്കുക, ഭക്ഷണം കഴിക്കാൻ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വസിയാദത്തും ബിന്നശാത്ത്, നല്ല ഉന്മേഷം ഉണ്ടാകും, നല്ല ആനന്ദം ഉണ്ടാകും. ഇബാദത്തുകൾ ചെയ്യാൻ, സുബ്ഹി നിസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ, ദിക്ർ ചെല്ലാൻ, തസ്ബീഹ് ചെല്ലാൻ നല്ല ആവേശം ഉണ്ടാകും. എത്രേ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ മഹാന്മാര് പറയുന്നുണ്ട്, വൻ യസീദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് പറയുകയാണ്, കാല മഹാനവറുകൾ പറഞ്ഞു, തസഖർനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ അത്താഴം കഴിച്ചിരുന്നു. കണ്ടോ,
കണ്ടോ, റസൂലുള്ളാന്റെ ചര്യയാണിത്. റസൂലുള്ള പോലും അത്താഴം ഒഴിവാക്കിയിട്ടില്ല. നമ്മളെക്കായും ഒക്കെ ഏറ്റവും ആരോഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് പ്രവാചകനാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ അത്താഴം കഴിച്ചിട്ടുണ്ട്. സുമ്മ കുന്നാ ഇല സ്വലാത്തി, അത്താഴം കഴിച്ചിട്ടാണ് ഞങ്ങൾ നിസ്കാരത്തിലേക്ക് എണീറ്റ് നിൽക്കാറുള്ളത്. അപ്പൊ അത്താഴത്തിന്റെ സ്ഥാനം എത്രയാണ്? അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ വകൗനുഹു തംറ വകൗനുഹു അല തംറതി. മഹാന്മാര് പറയാണ് കാരക്ക കൊണ്ട് അത്താഴം കഴിക്കുക. അപ്പൊ അത്താഴ സമയത്ത് കാരക്ക കഴിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അത്താഴം കാരക്ക കൊണ്ട് കഴിച്ചിട്ടുണ്ട്. കാരക്കയും സംസം വെള്ളവും ചില സഹാബിമാരുടെ ഭക്ഷണം അങ്ങനെ ആയിരുന്നു. അപ്പൊ അത്താഴം കഴിക്കാന്ന് പറഞ്ഞാൽ ഇല്ലത് മുഴുവനും കഴിക്കണമെന്നൊന്നുമില്ല. ഒരു മുറുക്ക് വെള്ളമെങ്കിലും അല്പം വെള്ളമെങ്കിലും അതല്ലെങ്കിൽ ഒരു 3 ഈത്തപ്പഴമെങ്കിലും കഴിക്കണമെന്നുള്ളതാണ്. അതിൽ വലിയ ബറക്കത്തുണ്ട്. അഫ്ളലു തഅഖീറുഹു, അത്താഴം കഴിക്കൽ പിന്തിക്കൽ സുന്നത്തുണ്ട്. അത്താഴം കഴിക്കൽ പിന്തിക്ക 2 മണിക്ക് വെച്ചിട്ടൊന്നും ആരും അത്താഴം കഴിക്കണ്ട. 3:30 നീച്ചിട്ടും അത്താഴം കഴിക്കണ്ട. 3 മണിക്കും അത്താഴം കഴിക്കണ്ട. എത്രത്തോളം മഹാന്മാര് പറഞ്ഞു എന്ന് പറയും. നമ്മൾ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് കൊടുക്കാൻ ഒരു 15 മിനിറ്റ്, അഥവാ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു 50 ആയത്ത് ഓതാൻ നമുക്ക് സമയം ഉണ്ടാകണം. അത്ര വ്യത്യാസത്തിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? അത്താഴം കഴിച്ചാൽ മതി. അത്രയും അത്താഴം പിന്തിക്കൽ സുന്നത്തുണ്ട് എന്ന് മഹാന്മാരവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില ആളുകൾ 3:30 വെച്ചിട്ട് അത്താഴം കഴിക്കും, 2 മണിക്ക് അത്താഴം കഴിക്കും. ആ സമയത്തൊക്കെ വേറെ ദിക്റും സലാത്തും ചൊല്ലിക്കോളിയും, തഹജ്ജുദ് നിസ്കരിച്ചോളിയും, ഖുർആൻ ഓതിക്കോളിയും, യാസീൻ ഓതിക്കോളിയും, ദുആ ചെയ്തോളിയും. അത്താഴം കഴിക്കണ്ട. അത്താഴം കഴിക്കൽ പിന്തിക്കല് അത് അഫ്ളലായ ഒരു കാര്യമാണ്. ഇനി എൻ്റെ പ്രിയമുള്ളവരെ, ഈ സമയത്ത് നമ്മൾ എണീറ്റുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ഒരു കുഞ്ഞു സൂറത്ത് ഓതണം. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ കൗസർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ സമയത്ത് സൂറത്തുൽ കൗസർ ഓതിക്കഴിഞ്ഞാൽ വലിയ ഉയർച്ച അല്ലാഹു നൽകുകയാണ്, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകുകയാണ്, കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം ഉണ്ടാകും. മാത്രമല്ല ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്ന മഹ്ശറ എന്ന് പറയുന്ന ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൗലുൽ കൗസർ നൽകി നമ്മളെ അനുഗ്രഹിക്കുകയാണ്. സ്വർഗത്തിലെ ഏറ്റവും വലിയ പാനീയമാണ് ഹൗലുൽ കൗസർ എന്ന് പറയുന്നത്. ആ ഹൗലുൽ കൗസർ നമുക്ക് കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും സൂറത്തുൽ കൗസർ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ. മാത്രമല്ല ഒരുപാട് നന്മകൾ, ഒരുപാട് ഹൈറായ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് അല്ലാഹു അടുപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ സൂറത്തുൽ കൗസർ ഓതാൻ മറക്കല്ലേ ഉമ്മമാരെ. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്പം ദിക്ർ ചൊല്ലിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, 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 അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന അല്ലാഹ് എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണം. എല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്, റാഹത്ത് കൊടുക്കണേ റഹ്മാനെ. എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അന്നത്തെ മജ്ലിസ് അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ വീണ്ടും 6 മണിക്ക് നമ്മളെ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. അതിലെല്ലാവരും പങ്കെടുക്കണം. അതിൽ വിശാലമായ പ്രാർത്ഥന ഉണ്ടാകും. അല്ലാഹു പങ്കെടുക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.